രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകത്തിൽ നിന്നുള്ള വായന. അധ്യായം 1. സോളമൻ കിരീടാവകാശി. ദാവീദ് രാജാവ് വൃദ്ധനായി. പരിചാരകർ അവനെ പുതപ്പിച്ചിട്ടും കുളിർ മാറിയില്ല. അവർ അവനോട് പറഞ്ഞു, യജമാനനായ രാജാവിന് വേണ്ടി ഒരു യുവതിയെ ഞങ്ങൾ അന്വേഷിക്കട്ടെ. അവൾ അങ്ങയെ പരിചരിക്കുകയും അങ്ങയോട് ചേർന്ന് കിടന്ന് ചൂട് പകരുകയും ചെയ്യട്ടെ. അവർ സുന്ദരിയായ ഒരു യുവതിയെ ഇസ്രായേലിലെങ്ങും അന്വേഷിച്ചു. ശൂനാംകാരി അഭിഷാഗിനെ കണ്ടെത്തി. അവളെ രാജസന്നദ്ധിയിലേക്ക് കൊണ്ടുവന്നു. അതീവ സുന്ദരിയായിരുന്ന അവൾ രാജാവിനെ ശുശ്രൂഷിച്ചു. എന്നാൽ രാജാവ് അവളെ അറിഞ്ഞില്ല. അക്കാലത്ത് ഹഗ്ഗീത്തിൻ്റെ മകൻ അദോനിയ താൻ രാജാവാകുമെന്ന് വൻപ് പറഞ്ഞു. അവൻ രഥങ്ങളെയും കുതിരക്കാരെയും 50 അകമ്പടിക്കാരെയും ഒരുക്കി. നീ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ച് ഒരിക്കലും പിതാവായ ദാവീദ് അവനെ ശാസിച്ചിരുന്നില്ല. അബ്സലോമിന് ശേഷം ജനിച്ച അവനും അതീവ കോവളനായിരുന്നു. അവൻ സെരൂയായുടെ മകൻ യോവാബിനോടും പുരോഹിതൻ അബിയാദിനോടും ആലോചിച്ചു. അവൻ അവന് പിന്തുണ നൽകി. എന്നാൽ പുരോഹിതൻ സാദോക്ക്, യഹോയാദയുടെ മകൻ ബനായ, പ്രവാചകൻ നാഥാൻ, ഷിമെയി, റെയി എന്നിവരും ദാവീദിൻ്റെ അംഗരക്ഷകരായ ധീരയോദ്ധാക്കളും അവൻ്റെ പക്ഷത്ത് ചേർന്നില്ല. ഒരു ദിവസം അദോനിയ എൻറോഗൽ അരുവിയുടെ സമീപത്തുള്ള സൊഹേലേത്ത് കല്ലിനരികെ ആടുകളെയും കാളക്കുട്ടികളെയും മെഴുത്ത കാലികളെയും ബലിയർപ്പിച്ചു. ബലിയോടനുബന്ധിച്ച വിരുന്നിന് ദാവീദ് രാജാവിൻ്റെ പുത്രനായ തൻ്റെ എല്ലാ സഹോദരന്മാരെയും യൂദയായിലെ എല്ലാ രാജസേവന്മാരെയും അവൻ ക്ഷണിച്ചിരുന്നു. എന്നാൽ പ്രവാചകൻ നാഥാൻ, ബനായ, രാജാവിൻ്റെ അംഗരക്ഷകനായ യോദ്ധാക്കൾ, തൻ്റെ സഹോദരൻ സോളമൻ എന്നിവരെ അവൻ ക്ഷണിച്ചില്ല. സോളമൻ്റെ അമ്മ ബത്ശേബയോട് നാഥാൻ പറഞ്ഞു, നമ്മുടെ യജമാനനായ ദാവീദ് അറിയാതെ ഹഗ്ഗീത്തിൻ്റെ മകൻ അദോനിയ രാജാവാകുന്നുവെന്ന് നീ കേട്ടില്ലേ? നിൻ്റെയും നിൻ്റെ പുത്രൻ സോളമൻ്റെയും ജീവൻ രക്ഷിക്കാൻ എൻ്റെ ഉപദേശം സ്വീകരിക്കുക. ഉടൻ ചെന്ന് ദാവീദ് രാജാവിനോട് പറയുക, എൻ്റെ യജമാനനായ രാജാവേ, എൻ്റെ മകൻ സോളമൻ അങ്ങയുടെ പിൻഗാമിയായി സിംഹാസനത്തിൽ ഉപവിഷ്ടനാകുമെന്ന് ഈ ദാസിയോട് അങ്ങ് ശപഥം ചെയ്തിട്ടില്ലേ? പിന്നെ എന്തുകൊണ്ട് അദോനിയ രാജാവാകുന്നത്? നീ രാജാവുമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ വന്ന് നിന്നെ പിന്താങ്ങിക്കൊള്ളാം. ബത്ശേബ ശയനമുറിയിൽ രാജാവിൻ്റെ അടുക്കൽ ചെന്നു. ശൂനാംകാരി അഭിഷാഗ് വൃദ്ധനായ അവനെ പരിചരിക്കുകയായിരുന്നു. ബത്ശേബ രാജാവിനെ താണു വണങ്ങി, എന്താണ് നിൻ്റെ ആഗ്രഹം? രാജാവ് അവളോട് ചോദിച്ചു. അവൾ പറഞ്ഞു, യജമാനനെ, എൻ്റെ മകൻ സോളമൻ അങ്ങേക്ക് ശേഷം സിംഹാസനത്തിൽ ഉപവിഷ്ടനാകുമെന്ന് ദൈവമായ കർത്താവിൻ്റെ നാമത്തിൽ അങ്ങ് എന്നോട് ശപഥം ചെയ്തിരുന്നല്ലോ. ഇപ്പോഴിതാ അദോനിയ രാജാവാകുന്നു. യജമാനനായ രാജാവ് ഇതറിയുന്നുമില്ല. അവൻ കാളകളെയും കൊഴുത്ത അനേകം ആടുമാടുകളെയും ബലിയർപ്പിക്കുകയും അങ്ങേ എല്ലാ പുത്രന്മാരെയും പുരോഹിതൻ അബിയാദറിനെയും സേനാനായകൻ യോവാബിനെയും വിരുന്നിനെ ക്ഷണിക്കുകയും ചെയ്തു. എന്നാൽ അങ്ങയുടെ ദാസനായ സോളമനെ ക്ഷണിച്ചില്ല. എൻ്റെ യജമാനനായ രാജാവേ, അങ്ങയുടെ പിൻഗാമിയായി ആരാണ് സിംഹാസനത്തിൽ വാഴുകയെന്ന് അങ്ങ് പ്രഖ്യാപിക്കുന്നത് കേൾക്കാൻ ഇസ്രായേൽ ജനം കാത്തിരിക്കുകയാണ്. അങ്ങ് പിതാക്കന്മാരോട് ചേരുമ്പോൾ എന്നെയും എൻ്റെ മകൻ സോളമനെയും അവർ രാജരോഹികളായി കണക്കാക്കും. അവൾ രാജാവിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പ്രവാചകൻ നാഥാൻ കടന്നു വന്നു. അവൻ വന്ന വിവരം രാജാവിനെ അറിയിച്ചു. നാഥാൻ രാജസന്നദ്ധിയിൽ താണു വണങ്ങി. അവൻ രാജാവിനോട് ചോദിച്ചു, എൻ്റെ യജമാനനായ രാജാവേ, അദോനിയ അങ്ങയുടെ പിൻഗാമിയായി ഭരിക്കണമെന്ന് അവനാണ് അങ്ങയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകേണ്ടതെന്നും അങ്ങ് കൽപ്പിച്ചിട്ടുണ്ടല്ലോ. അവൻ ഇന്നും കാളകളെയും കൊഴുത്ത അനേകം ആടുമാടുകളെയും ബലിയർപ്പിച്ചു. എല്ലാ രാജകുമാരന്മാരെയും സേനാധിപന്മാരെയും പുരോഹിതൻ അബിയാദറിനെയും വിരുന്നിനെ ക്ഷണിച്ചിരുന്നു. അവർ അവനോട് കൂടെ തിന്നു കുടിക്കുകയും അദോനിയ രാജാവ് നീണാൾ വാഴട്ടെ എന്ന് ആർപ്പ് വിളിക്കുകയും ചെയ്യുന്നു. എന്നാൽ അങ്ങേ ദാസനായ എന്നെയും പുരോഹിതൻ സാദോക്കിനെയും യഹോയാദാരുടെ മകൻ ബനായയെയും അങ്ങയുടെ ദാസനായ സോളമനെയും ക്ഷണിച്ചില്ല. യജമാനനായ രാജാവിൻ്റെ പിൻഗാമിയായി സിംഹാസനത്തിൽ ഇരിക്കേണ്ടത് ആരെന്ന് അങ്ങയുടെ ദാസരെ അറിയിച്ചില്ലല്ലോ. ഇക്കാര്യം അങ്ങയുടെ കൽപ്പനയനുസരിച്ച് തന്നെയാണോ നടന്നത്? അപ്പോൾ ബത്ശേബയെ വിളിച്ച് രാജാവ് ആജ്ഞാപിച്ചു. അവൾ രാജാവിൻ്റെ മുൻപാകെ വന്നു നിന്നു. അവൻ ശപഥം ചെയ്തു,
സകല കഷ്ടതയിൽ നിന്ന് എന്നെ രക്ഷിച്ച കർത്താവാണേ. നിൻ്റെ മകനായ സോളമൻ എനിക്ക് ശേഷം എൻ്റെ സിംഹാസനത്തിൽ വാഴുമെന്ന് ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൻ്റെ നാമത്തിൽ നിന്നോട് ഞാൻ സത്യം ചെയ്തിട്ടുള്ളതനുസരിച്ച് എന്ന് ഞാൻ പ്രവർത്തിക്കും. ബേത്ശബ രാജാവിനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ യജമാനനായ ദാവീദ് രാജാവ് എന്നേക്കും ജീവിക്കട്ടെ. പുരോഹിതൻ സാദോക്കിനെയും പ്രവാചകൻ നാഥാനെയും യഹോയാദയുടെ മകൻ ബനായയെയും തൻ്റെ അടുത്തേക്ക് വിളിക്കുവാൻ ദാവീദ് രാജാവ് കൽപ്പിച്ചു. അവർ വന്നപ്പോൾ അവൻ പറഞ്ഞു, നിങ്ങൾ രാജസേവകന്മാരെ കൂട്ടിക്കൊണ്ട് എൻ്റെ മകൻ സോളമനെ എൻ്റെ കോവർ കഴുതയുടെ പുറത്ത് ഇരുത്തി ഗീഹോനിലേക്ക് കൊണ്ടുപോകുവിൻ. അവിടെ വെച്ച് പുരോഹിതൻ സാദോക്കും പ്രവാചകൻ നാഥാനും അവനെ ഇസ്രായേലിൻ്റെ രാജാവായി അഭിഷേകം ചെയ്യട്ടെ. സോളമൻ രാജാവ് നീണാൽ വാഴട്ടെ എന്ന് കാഹളമുഴക്കി ആർപ്പിടുവിൻ. അതിനുശേഷം നിങ്ങൾ അവൻ്റെ പിന്നാലെ പോരുക. അവൻ വന്ന് എൻ്റെ സിംഹാസനത്തിലിരുന്ന് എനിക്ക് പകരം ഭരണം നടത്തട്ടെ. ഇസ്രായേലിൻ്റെയും യൂദയുടെയും അധിപനായി അവനെ ഞാൻ നിയമിച്ചിരിക്കുന്നു. യഹോയാദയുടെ മകൻ ബനായ രാജാവിനോട് പറഞ്ഞു, അപ്രകാരം സംഭവിക്കട്ടെ. യജമാനനായ ദാവീദിൻ്റെ ദൈവമായ കർത്താവ് അപ്രകാരം തന്നെ കൽപ്പിക്കുമാറാകട്ടെ. കർത്താവ് യജമാനനായ രാജാവിനോട് കൂടെ എന്നതുപോലെ സോളമനോടും കൂടെ ആയിരിക്കട്ടെ. അവൻ്റെ ഭരണം എൻ്റെ യജമാനനായ ദാവീദ് രാജാവിൻ്റെതിനേക്കാൾ മഹത്വപൂർണ്ണമാകട്ടെ. പുരോഹിതൻ സാദോക്കും പ്രവാചകൻ നാഥാനും യഹോയാദയുടെ മകൻ ബനായയും കേറേത്യരും പെലേത്യരും സോളമനെ ദാവീദ് രാജാവിൻ്റെ കോവർ കഴുതയുടെ പുറത്തിരുത്തി ഗീഹോനിലേക്ക് കൊണ്ടുപോയി. പുരോഹിതൻ സാദോക്ക് വിശുദ്ധ കൂടാരത്തിൽ നിന്ന് തൈലം നിറച്ച കൊമ്പെടുത്ത് സോളമനെ അഭിഷേകം ചെയ്തു. അവർ കാഹളമുഴക്കി സോളമൻ രാജാവ് നീണാൽ വാഴട്ടെ. ജനം ആർപ്പു വിളിച്ചു. കുഴലൂതുകയും ഭൂമി പിളരുമാറ് ആഹ്ലാദാരവം മുഴക്കുകയും ചെയ്തുകൊണ്ട് ജനം അവനെ അനുഗമിച്ചു. അദോനിയായും അതിഥികളും ആ സ്വരം കേട്ടു. അപ്പോഴേക്കും വിരുന്നു കഴിഞ്ഞിരുന്നു. കാഹളനാദം കേട്ടപ്പോൾ എന്താണ് നഗരത്തിൽ ഘോഷം എന്ന് യോവാബ് ചോദിച്ചു. അവർ സംസാരിച്ചു കൊണ്ടിരിക്കെ പുരോഹിതൻ അബിയാതറിൻ്റെ മകൻ ജോനാഥൻ അവിടെ വന്നു. അദോനിയ അവനോട് പറഞ്ഞു, വരുക, ധീരനായ നീ സദ്വാർത്തയും കൊണ്ടായിരിക്കുമല്ലോ വരുന്നത്. അങ്ങനെയല്ല, ജോനാഥൻ പറഞ്ഞു, നമ്മുടെ യജമാനൻ ദാവീദ് രാജാവ് സോളമനെ രാജാവാക്കിയിരിക്കുന്നു. പുരോഹിതൻ സാദോക്കിനെയും പ്രവാചകൻ നാഥാനെയും യഹോയാദയുടെ മകൻ ബനായെയും കെറേത്യരെയും പെലേത്യരെയും രാജാവ് അവനോടൊപ്പം അയച്ചിട്ടുണ്ട്. അവർ അവനെ രാജാവിൻ്റെ കോവർ കഴുതയുടെ പുറത്ത് എഴുന്നള്ളിച്ചത്. പുരോഹിതൻ സാദോക്കും പ്രവാചകൻ നാഥാനും അവനെ ഗീഹോനിൽ വെച്ച് രാജാവായി അഭിഷേകം ചെയ്തു. പട്ടണം ഇളകി മറിയത്തക്കവണ്ണം ആഹ്ലാദാരവം മുഴക്കിക്കൊണ്ട് അവർ അവിടെ നിന്ന് മടങ്ങിപ്പോയി. അതാണ് നിങ്ങൾ കേട്ട ശബ്ദം. സോളമൻ സിംഹാസനത്തിൽ ആരൂഢനായിരിക്കുന്നു. മാത്രമല്ല, രാജസേവകന്മാരും നമ്മുടെ യജമാനൻ ദാവീദ് രാജാവിനെ അഭിനന്ദിക്കാൻ ചേർന്നിരിക്കുന്നു. അങ്ങയുടെ ദൈവം സോളമൻ്റെ നാമത്തെ അങ്ങയുടേതിനേക്കാൾ മഹനീയവും അവൻ്റെ ഭരണം അങ്ങയുടേതിനേക്കാൾ ശ്രേഷ്ഠവുമാക്കട്ടെ എന്ന് അവർ ആശംസിച്ചു. രാജാവ് കിടക്കയിൽ കിടന്നുകൊണ്ട് നമിച്ചു. അനന്തരം ദാവീദ് പറഞ്ഞു, ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെടട്ടെ. എൻ്റെ മക്കളിലൊരുവൻ സിംഹാസനത്തിലിരിക്കുന്നത് കാണാൻ അവിടുന്ന് എനിക്ക് ഇടവരുത്തി. അപ്പോൾ അദോനിയായുടെ അതിഥികൾ ഭയന്നെഴുന്നേറ്റ് തങ്ങളുടെ വഴിക്ക് പോയി. സോളമനോടുള്ള ഭയം നിമിത്തം അദോനിയ ഓടിച്ചെന്ന് ബലിപീഠത്തിൻ്റെ വളർക്കോണിൽ പിടിച്ചു. സോളമൻ രാജാവ് എന്നെ വാളിനിരയാക്കുകയില്ലെന്ന് സത്യം ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അദോനിയ തന്നെ ഭയന്ന് ബലിപീഠത്തിൻ്റെ വളർക്കോണിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്നുവെന്ന് സോളമൻ അറിഞ്ഞു. അപ്പോൾ സോളമൻ പറഞ്ഞു, അവൻ വിശ്വസ്തനെങ്കിൽ അവൻ്റെ തലയിൽ നിന്ന് ഒരു രോമം പോലും വീഴുകയില്ല. കുറ്റക്കാരനെങ്കിൽ മരിക്കുക തന്നെ വേണം. സോളമൻ രാജാവ് അവനെ ബലിപീഠത്തിങ്കിൽ നിന്ന് ആളയച്ചു വരുത്തി. അവൻ രാജാവിനെ നമിച്ചു. സോളമൻ അവനോട് വീട്ടിൽ പൊയ്ക്കൊള്ളുക എന്ന് ആജ്ഞാപിച്ചു. അധ്യായം 2. ദാവീദിൻ്റെ മരണം. മരണമടുത്തപ്പോൾ ദാവീദ് പുത്രൻ സോളമനെ അടുത്തു വിളിച്ച് ഇപ്രകാരം ഉപദേശിച്ചു. മർത്തിൻ്റെ പാതയിൽ ഞാനും പോകുന്നു. ധീരനായിരിക്കുക, പൗരുഷത്തോടെ പെരുമാറുക. നിന്റെ ദൈവമായ കർത്താവിൻ്റെ ശാസനങ്ങൾ നിറവേറ്റുക. മോശയുടെ നിയമങ്ങളിൽ എഴുതിയിട്ടുള്ളതുപോലെ അവിടുത്തെ മാർഗത്തിൽ ചരിക്കുകയും അവിടുത്തെ ചട്ടങ്ങളും പ്രമാണങ്ങളും കൽപ്പനകളും സാക്ഷ്യങ്ങളും അനുസരിക്കുകയും ചെയ്യുക. നിൻ്റെ എല്ലാ പ്രവൃത്തികളും ഉദ്യമങ്ങളും വിജയമണിയും. നിൻ്റെ സന്താനങ്ങൾ നേർവഴിക്ക് നടക്കുകയും പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെയും കൂടെ
എൻ്റെ മുൻപിൽ വിശ്വസ്തരായി വർത്തിക്കുകയും ചെയ്താൽ നിന്റെ സന്തതി ഇസ്രായേലിൻ്റെ സിംഹാസനത്തിൽ നിന്ന് അറ്റുപോവുകയില്ല എന്ന് കർത്താവ് എന്നോട് അരുളി ചെയ്ത വാഗ്ദാനം നിറവേറ്റേണ്ടതിന് നീ അവിടുത്തെ അനുസരിക്കുക. സെരൂയായുടെ മകൻ യോവാബ് എന്നോട് ചെയ്തത് എന്തെന്ന് നിനക്കറിയാമല്ലോ. അവൻ ഇസ്രായേലിലെ 2 സൈന്യാധിപന്മാരെ, നേറിൻ്റെ മകൻ അബ്നേറിനെയും യാദേറിൻ്റെ മകൻ അമാസയെയും കൊലപ്പെടുത്തി. യുദ്ധകാലത്തെ രക്തച്ചൊരിച്ചിലിന് പകരം വീട്ടാൻ അവൻ സമാധാനകാലത്ത് അവരെ വധിക്കുകയും രക്തം ചൊരിയുകയും ചെയ്തു. അവൻ നിരപരാധരെ കൊലപ്പെടുത്തി. അങ്ങനെ എൻ്റെ പാദുകങ്ങളും അരപ്പട്ടയും രക്തം പുരണ്ടിരിക്കുന്നു. ആകയാൽ നീ തന്ത്രപൂർവ്വം പ്രവർത്തിക്കുക. അവൻ വാർദ്ധക്യത്തിലെത്തി സമാധാനത്തോടെ മരിക്കാൻ ഇടവരുത്തരുത്. എന്നാൽ ഗിലെയാദുകാരനായ ബർസില്ലായുടെ മക്കളോട് കാരുണ്യം കാണിക്കണം. നിന്റെ ഭക്ഷണമേശയിൽ അവരും പങ്കുചേരട്ടെ. നിന്റെ സഹോദരനായ അബ്സലോമിൽ നിന്ന് ഞാൻ പലായനം ചെയ്തപ്പോൾ അവർ എന്നെ കാരുണ്യത്തോടെ സ്വീകരിച്ചു. ബെഹൂറിൻകാരനും ബെഞ്ചമിൻ ഗോത്രജനുമായ ഗേരായുടെ മകൻ ഷിമെയി നിന്നോടു കൂടെയാണല്ലോ. ഞാൻ മഹാനായിമിലേക്ക് പോയപ്പോൾ എന്നെ കഠിനമായി ശപിച്ചവനാണ്. എങ്കിലും ജോർദാൻ കരയിൽ അവൻ എന്നെ എതിരേറ്റു. അതിനാൽ അവനെ ഞാൻ വാളിനാൽ ഇരയാക്കുകയില്ലെന്ന് കർത്താവിൻ്റെ നാമത്തിൽ സത്യം ചെയ്തിട്ടുണ്ട്. എന്നാലും അവൻ നിരപരാധനാണെന്ന് കരുതരുത്. അവനോട് എന്തു ചെയ്യണമെന്ന് നിനക്കറിയാം. നീ ബുദ്ധിമാനാണല്ലോ. അവൻ്റെ നരച്ച തല രക്തരൂക്ഷിതമായി പാതാളത്തിലെത്തട്ടെ. ദാവീദ് മരിച്ചു. അവനെ സ്വനഗരത്തിൽ അടക്കം ചെയ്തു. അവൻ ഇസ്രായേലിൽ 40 വർഷം ഭരിച്ചു. 7 വർഷം ഹെബ്രോണിലും 33 വർഷം ജെറുസലേമിലും. പിതാവായ ദാവീദിൻ്റെ സിംഹാസനത്തിൽ സോളമൻ ആരൂഢനായി. അവൻ്റെ രാജ്യം സുപ്രതിഷ്ഠിതമായി. സോളമൻ എതിരാളികളെ നിർമ്മാർജ്ജനം ചെയ്യുന്നു. അങ്ങനെയിരിക്കെ ഹഗ്ഗീത്തിൻ്റെ മകൻ അദോനിയ സോളമൻ്റെ അമ്മ ബെത്ശബയെ ചെന്ന് കണ്ടു. നിന്റെ വരവ് സൗഹാർദ്ദപരമാണോ എന്ന് അവൾ അവനോട് ചോദിച്ചു. അവൻ പറഞ്ഞു, സൗഹാർദ്ദപരം തന്നെ. എന്നാൽ എനിക്ക് ചിലത് പറയാനുണ്ട്. പറയാനുള്ളത് പറയുക, അവൾ പറഞ്ഞു. അവൻ പറഞ്ഞു, രാജ്യം എനിക്ക് കിട്ടേണ്ടതായിരുന്നുവെന്നും നിങ്ങൾക്ക് അറിയാമല്ലോ. ഞാൻ രാജാവാകുമെന്ന് ഇസ്രായേൽ ജനം പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ മറിച്ച് സംഭവിച്ചു. എൻ്റെ സഹോദരൻ രാജാവായി. ഇത് കർത്താവിൻ്റെ ഹിതമാണ്. ഇപ്പോൾ ഞാനൊരു കാര്യം അഭ്യർത്ഥിക്കുകയാണ്. അത് തള്ളിക്കളയരുത്. എന്താണെന്ന് പറയുക, അവൾ പറഞ്ഞു. അവൻ അഭ്യർത്ഥിച്ചു, ശൂന്യംകാരി അഭിഷാഗിനെ എനിക്ക് ഭാര്യയായി തരണമെന്ന് സോളമൻ രാജാവിനോട് പറയണം. അവൻ നിങ്ങളുടെ അപേക്ഷ തള്ളിക്കളയുകയില്ല. ശരി, ഞാൻ നിനക്ക് വേണ്ടി രാജാവിനോട് സംസാരിക്കാം, അവൾ പറഞ്ഞു. ബെത്ശബ അദോനിയായ്ക്ക് വേണ്ടി സംസാരിക്കാൻ സോളമൻ രാജാവിനെ സമീപിച്ചു. രാജാവ് എഴുന്നേറ്റ് അവളെ അഭിവാദനം ചെയ്തിട്ട് സിംഹാസനത്തിൽ ഇരുന്നു. മാതാവിന് ഇരിപ്പിടം സജ്ജീകരിച്ചു. അവൾ രാജാവിൻ്റെ വലത്തുവശത്ത് ഇരുന്നു. ഞാൻ നിന്നോടൊരു ചെറിയ കാര്യം ആവശ്യപ്പെടുന്നു, തള്ളിക്കളയരുത്, അവൾ പറഞ്ഞു. എന്താണമ്മേത്? പറയുക, ഞാൻ തള്ളിക്കളയുകയില്ല. അവൻ മറുപടി പറഞ്ഞു, ശൂനാംകാരി അഭിഷാഗിനെ നിന്റെ സഹോദരൻ അദോനിയായ്ക്ക് ഭാര്യയായി കൊടുക്കാൻ. അവൾ പറഞ്ഞു, സോളമൻ രാജാവ് അമ്മയോട് ഇങ്ങനെ പ്രതിവചിച്ചു, ശൂനാംകാരി അഭിഷാഗിനെ അദോനിയായ്ക്ക് വേണ്ടി ചോദിക്കുന്നത് എന്താണ്? രാജ്യവും അവന് വേണ്ടി ചോദിക്കാമല്ലോ. അവൻ എൻ്റെ ജ്യേഷ്ഠനല്ലേ? പുരോഹിതൻ അബിയാദറും സെരൂയായുടെ മകൻ യോവാബും അവൻ്റെ പക്ഷത്താണല്ലോ. അനന്തരം സോളമൻ രാജാവിൻ്റെ നാമത്തിൽ ശപഥം ചെയ്തു, അദോനിയായുടെ ഈ അഭ്യർത്ഥന അവന് ജീവൻ ഒടുക്കിയില്ലെങ്കിൽ ദൈവം എന്നോട് അതും അതിലധികവും ചെയ്യട്ടെ. എൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനത്തിൽ കർത്താവ് എന്നെ ഉപവിഷ്ടനാക്കി. അവിടുത്തെ വാഗ്ദാനം നിറവേറ്റിക്കൊണ്ട് എനിക്ക് ഒരു ഭവനം തീർത്തിരിക്കുന്നു. കർത്താവാണെ അദോനിയ ഇന്നു തന്നെ മരിക്കണം. സോളമൻ രാജാവിൻ്റെ കൽപ്പനയനുസരിച്ച് യഹോയാദയുടെ മകൻ ബനായ അദോനിയായെ വധിച്ചു. പുരോഹിതൻ അബിയാദറിനോട് രാജാവ് പറഞ്ഞു, നിന്റെ ജന്മദേശമായ അനാത്തോത്തിലേക്ക് പോവുക. നീയും മരണശിക്ഷയ്ക്ക് അർഹനാണ്. എങ്കിലും ഇപ്പോൾ ശിക്ഷിക്കുന്നില്ല. ദൈവമായ കർത്താവിൻ്റെ വാഗ്ദാന പേടകം എൻ്റെ പിതാവായ ദാവീദിൻ്റെ മുൻപിൽ നീ വഹിച്ചു. കൂടാതെ എൻ്റെ പിതാവിൻ്റെ എല്ലാ ദുരിതങ്ങളിലും നീയും പങ്കുചേർന്നു. സോളമൻ അബിയാദറിനെ കർത്താവിൻ്റെ പുരോഹിത സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തു. ഇങ്ങനെ കർത്താവ് ശിയോലിൽ വെച്ച് ഏലിയുടെ ഭവനത്തെപ്പറ്റി അരുളി ചെയ്തത് നിറവേറി.
ഈ വാർത്ത അറിഞ്ഞയുടനെ യോവാബ് ഓടിച്ചെന്ന് കർത്താവിൻ്റെ കൂടാരത്തിൽ ബലിപീഠത്തിൻ്റെ വളർക്കോണുകളിൽ പിടിച്ചു. അവൻ അബ്സലോമിൻ്റെ പക്ഷം ചേർന്നിരുന്നില്ലെങ്കിലും അദോനിയായുടെ പക്ഷം ചേർന്നവനാണ്. യോവാബ് കർത്താവിൻ്റെ കൂടാരത്തിൽ ബലിയർപ്പിക്കുന്നതിനരികെ നിന്നുവെന്ന് അറിഞ്ഞ സോളമൻ രാജാവ് ഉടനെ അവനെ കൊന്നുകളയുക എന്ന് പറഞ്ഞ് യഹോയാദയുടെ മകൻ ബനായയെ അയച്ചു. ബനായ കർത്താവിൻ്റെ കൂടാരത്തിൽ ചെന്ന് അവനോട് പുറത്തു വരാൻ രാജാവ് കൽപ്പിക്കുന്നതായി പറഞ്ഞു. വരികയില്ല, ഞാൻ ഇവിടെ തന്നെ നിന്ന് മരിക്കും എന്നായിരുന്നു അവൻ്റെ മറുപടി. യോവാബ് പറഞ്ഞത് ബനായ രാജാവിനെ അറിയിച്ചു. അവൻ പറഞ്ഞതുപോലെ ചെയ്യുക, അവനെ കൊന്നു കുഴിച്ചിടുക എന്ന് രാജാവ് ബനായയോട് പറഞ്ഞു. അങ്ങനെ യോവാബ് അകാരണമായി ചിന്തിയ നിഷ്കളങ്ക രക്തത്തിൻ്റെ ഉത്തരവാദിത്തം എന്നിൽ നിന്നും എൻ്റെ പിതൃഭവനത്തിൽ നിന്ന് നീക്കിക്കളയുക. അവൻ്റെ രക്തപങ്കിലമായ പ്രവൃത്തികളുടെ പ്രതിഫലം അവൻ്റെ മേൽ തന്നെ കർത്താവ് വരുത്തട്ടെ. ഇസ്രായേൽ സൈന്യാധിപരും നേറിൻ്റെ മകനുമായ അബ്നേറിനെയും യൂദയ സൈന്യാധിപനും യദീറിൻ്റെ മകനുമായ അമാസയെയും എൻ്റെ പിതാവായ ദാവീദിൻ്റെ അറിവ് കൂടാതെ അവൻ വാളിനിരയാക്കി. അവൻ ഇരുവരും അവനേക്കാൾ നീതിയും സദ്ഗുണമുണ്ടായിരുന്നല്ലോ. അവരെ കൊന്നതിൻ്റെ ശിക്ഷ യോവാബിൻ്റെയും അവൻ്റെ സന്തതികളുടെയും മേൽ എന്നേക്കും ഉണ്ടാകും. ദാവീദിനും അവൻ്റെ സന്തതികൾക്കും കുടുംബത്തിനും സിംഹാസനത്തിനും കർത്താവിൻ്റെ സമാധാനം എന്നേക്കും ലഭിക്കും. യഹോയാദയുടെ മകൻ ബനായ യോവാബിനെ വധിച്ച് വിജനപ്രദേശത്തുള്ള അവൻ്റെ ഭവനത്തിൽ അടക്കം ചെയ്തു. രാജാവ് അവന് പകരം യഹോദയുടെ മകൻ ബനയയെ സൈന്യാധിപനായി നിയമിച്ചു. അബിയാദറിന് പകരം പുരോഹിതൻ സാദോക്കിനെ നിയമിച്ചു. പിന്നെ രാജാവ് ആളയച്ച് ഷിമിയെ വരുത്തി അവനോട് പറഞ്ഞു, ജെറുസലേമിൽ ഒരു വീട് പണിത് പാർത്തുകൊള്ളുക, അവിടം വിട്ടു പോകരുത്. പുറത്തിറങ്ങി കെദ്രോൻ തോട് കടന്ന് നാളിൽ നീ മരിക്കും എന്ന് ഓർമ്മിച്ചു കൊള്ളുക. നിന്റെ രക്തത്തിന് നീ തന്നെയായിരിക്കും ഉത്തരവാദി. ശരി, രാജാവായ അങ്ങ് കൽപ്പിക്കുന്നത് പോലെ ഞാൻ ചെയ്തു കൊള്ളാം എന്ന് ഷിമിയെ പറഞ്ഞു. അങ്ങനെ കുറേ കാലം അവൻ ജെറുസലേമിൽ വസിച്ചു. 3 വർഷത്തിന് ശേഷം ഷിമിയുടെ 2 അടിമകൾ മാഖായുടെ മകനും ഗത്തിലെ രാജാവുമായ അക്കീഷിൻ്റെ അടുത്തേക്ക് ഓടിപ്പോയി. തൻ്റെ അടിമകൾ ഗത്തിൽ ഉണ്ടെന്ന് ഷിമി അറിഞ്ഞു. അവൻ അടിമകളെ അന്വേഷിച്ച് കഴുതപ്പുറത്ത് കയറി ഗത്തിൽ അക്കീഷിൻ്റെ അടുത്തേക്ക് തിരിച്ചു. അവൻ അവിടെ ഗത്തിൽ നിന്ന് മടങ്ങി വന്നു. ഷിമിയെ ജെറുസലേം വിട്ട് ഗത്തിൽ പോയി മടങ്ങിയെത്തിയെന്ന് സോളമന് അറിവ് കിട്ടി. രാജാവ് ആളയച്ച് ഷിമിയെ വരുത്തി പറഞ്ഞു, ജെറുസലേം വിട്ടു പോകരുതെന്ന ദൈവനാമത്തിൽ ഞാൻ നിന്നോട് കൽപ്പിച്ചിട്ടുള്ളതാണ്. പോയാൽ നീ മരിക്കുമെന്ന് ഞാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നീ അത് സംബന്ധിച്ച് എന്നെ അനുസരിക്കുമെന്ന് വാഗ്ദാനം ചെയ്തിട്ടില്ലേ? എന്തുകൊണ്ടാണ് കർത്താവിൻ്റെ നാമത്തിലുള്ള പ്രതിജ്ഞ നീ ലംഘിച്ചത്? എന്തുകൊണ്ട് എൻ്റെ കൽപ്പന നീ നിരസിച്ചു? രാജാവ് തുടർന്നു, എൻ്റെ പിതാവായ ദാവീദിനോട് നീ പ്രവർത്തിച്ച തിന്മകൾ എന്തൊക്കെയാണെന്ന് നിനക്കറിയാമല്ലോ. കർത്താവിൻ്റെ ശിക്ഷ നീ അനുഭവിക്കണം. എന്നാൽ സോളമൻ രാജാവ് അനുഗ്രഹീതനായിരിക്കും. ദാവീദിൻ്റെ സിംഹാസനം കർത്താവിൻ്റെ മുൻപിൽ എന്നേക്കും സുസ്ഥിരമായിരിക്കുകയും ചെയ്യും. രാജാവ് യഹോയാദയുടെ മകൻ ബനയായോട് കൽപ്പിച്ചു. അവൻ ഷിമിയെ വധിച്ചു. അങ്ങനെ രാജ്യം സോളമൻ്റെ കയ്യിൽ സുസ്ഥിരമായി.